ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ബാങ്ക് പ്രിൻസിപ്പൽ ഇൻക്രീസസ് അറ്റ് എ റേറ്റ് ഓഫ് ഈ പറഞ്ഞ 5% പെർ ഇയർ. നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ പാർട്ട് 7 ആണല്ലേ. ആൻ എമൗണ്ട് ഓഫ് ₹1000 ഇസ് ഡെപ്പോസിറ്റഡ് വിത്ത് ദിസ് ബാങ്ക്. ഓക്കെ, ഒരു 1000 റുപ്യ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഹൗ മച്ച് വിൽ ഇറ്റ് ബി വർത്ത് ആഫ്റ്റർ 10 years? ഓക്കെ, നമ്മൾ ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് ചേർത്തിട്ട് എത്ര ഉണ്ടോ നോക്കണം. e⁻0.5 എത്ര തന്നിട്ടുണ്ട്? 1.648 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. നോക്കാം. ലെറ്റ് P and T with the principal and time respectively. It is given that principal increases continuously at a rate of 5% per year. അപ്പോൾ dp/dt is 5% of P. അപ്പോൾ അതിങ്ങനെ എഴുതുക 5/100. അപ്പോൾ 5% എന്ന് പറയുമ്പോൾ 5/100 ഓഫ് P. ഇനി എന്ത് ചെയ്യുക? നമ്മളെ വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഈ DT ഇപ്പുറത്തോട്ട് P താഴെ വരട്ടെ. അപ്പോൾ dp/P = ഇപ്പോൾ 5ൽ എന്താണ് 1/20. അപ്പോൾ 1/20 എഴുതി. ഇനി രണ്ട് സൈഡിൽ ഇൻ്റഗ്രൽ എടുക്കുക, കാരണം വേരിയബിൾ സെപ്പറബിൾ ഫോം ആണല്ലോ. അപ്പോൾ ഈ ഇൻ്റഗ്രൽ dp/P എന്ന് പറയുന്നത് ലോഗ് P = എന്താണ് 1/20 കോൺസ്റ്റൻറ്റ്, അത് പുറത്ത് ഇൻ്റഗ്രലിൻ്റെ പുറത്തിരിക്കട്ടെ. ഇൻ്റഗ്രൽ dt എന്ന് പറയുമ്പോൾ T + C. ഇനി നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഇട്ട് കൊടുക്കണം. when T = 0, P = 1000. എത്ര? ആദ്യം ടൈമിൽ T = 0ൽ 1000 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്ത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് നോക്കാം. ഇപ്പോൾ ലോഗ് 1000 എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തായാലും T 0 ആകുമ്പോൾ ഇത് കംപ്ലീറ്റ് 0 ആയിപ്പോയി. അപ്പോൾ ഈ C മാത്രം ബാക്കി. അപ്പോൾ C = log 1000 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഓക്കെ, പുട്ട് ദ വാല്യൂ ഓഫ് സി ഇൻ ഇക്വേഷൻ. ഈ സി എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ഒരു സി ഇല്ല, അതിൽ ഇട്ട് കൊടുക്കുക, ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ലോഗ് ഓഫ് പിന്നെന്താ? അപ്പോൾ ലോഗ് P = 1/20 ഓഫ് T + log 1000. ഓക്കെ, അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഈ ലോഗ് 1000 ഇപ്പുറത്തേക്ക് എടുത്ത്. അപ്പോൾ അത് ലോഗ് P - log 1000. അപ്പോൾ log A - log B എന്ന് പറയുന്നത് log of A/B. അപ്പോൾ log of P / 1000 ആയി മാറിയത് = 1/20 T. when T = 10 എന്താണ്? log P / 1000 = 1/20 × T. അതായത് 10 years ആകുമ്പോൾ എന്ത് ചെയ്യുക? ഇത് ഇതേപോലെ തന്നെ. പിന്നെ ഇത് എന്താണ്? ഇതിലിപ്പോൾ 10ഉം 20ൽ എന്താണ് ഒരു 0 കട്ടെ. ഇപ്പോൾ 1/2 ബാക്കി. അപ്പോൾ എന്താ? log P/1000 = 1/2, അല്ലെങ്കിൽ 1/2 എന്ന് പറയുമ്പോൾ 0.5. അപ്പോൾ ഈ ലോഗ് തട്ടിപ്പോണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? രണ്ട് സൈഡിലും എന്താണ് എക്സ്പോണൻ്റ് എടുക്കും. അപ്പോൾ e⁻², ഇത് e⁻². അപ്പോൾ ഇയും ലോഗും കൂടി കട്ടായി. അപ്പോൾ P/1000 = e⁻² എന്തായാലും 0.5 അല്ലെ 1/2 ഉണ്ട്. log x എന്താണ്? log e of x m ആണെങ്കിൽ e⁻m = x. എന്താണ്? എക്സ്പോണൻ്റ് ലോഗ് തമ്മിൽ ശത്രുക്കൾ. അതായത് കീരിയും മറ്റേ പാമ്പും പോലെ, അല്ലെങ്കിൽ നായും പൂച്ചനെ പോലെ. അവർ രണ്ടുപേരും ഭയങ്കര കണ്ണുവിടത്ത ശത്രുക്കളാണ്. അപ്പോൾ P/1000 = e⁻0.5. എത്ര ഇവിടെ തന്നിട്ടുണ്ട്? e⁻0.5. അതിനാണ് ഈ വാല്യൂ ഇവിടെ തന്നിട്ടുള്ളത് 1.648. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് 1.648. അപ്പോൾ P കിട്ടണമെങ്കിൽ 1000 അപ്പുറത്തേക്ക് ചവിട്ടി പറഞ്ഞേക്കടോ. P = 1000 × 1.648. അപ്പോൾ ഈ 3 zeros എന്താണ് സ്ഥാനങ്ങൾ ഇങ്ങോട്ടേക്ക് അവിടെ. അപ്പോൾ P = 1648. അപ്പോൾ എന്താ? അപ്പോൾ ആ പറയുന്ന പ്രിൻസിപ്പൾ എന്തായി എത്ര വർത്തായി മാറും? ആഫ്റ്റർ 10 years the amount will be worth ₹1648. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യുക. ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx = e⁻x + y. ഇത് ആക്ച്വലി ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ട് ഒരു 1 വേർഡ് ആയിരിക്കും 1 മാർക്ക് ആയിട്ട് ചോദിക്കുക. അപ്പോൾ എന്താ? dy/dx = e⁻x + y. ഇതിപ്പോൾ e⁻A+ എന്താണ് B ഫോർമാറ്റല്ല. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് a⁻m × a⁻n ഫോർമാറ്റിലേക്ക്, അതായത് a⁻m+n അല്ല, അപ്പോൾ a⁻m × a⁻n ഫോർമാറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എന്താ ഇനി? അതായത് ഈ e⁻x അതായത് ഇങ്ങോട്ടേക്ക് പറഞ്ഞേക്ക്, e⁻y താഴെ പറഞ്ഞേക്കോ. അപ്പോൾ dy / e⁻y = e⁻x × dx. അപ്പോൾ ഇത് മുകളിലേക്ക് പോകുന്ന സമയത്ത് e⁻y മുകളിലേക്ക് പോകുന്ന സമയത്ത് e⁻−y dy = e⁻x dx. ഇനി ജസ്റ്റ് സിമ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ എന്താ? ഇൻ്റഗ്രൽ e⁻−y = എന്താ? ഈ പറഞ്ഞ e⁻−y / -1. കാരണം ആ പറയുന്ന എക്സിൻ അല്ലെങ്കിൽ വൈൻ്റെ കോഫിഷ്യനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. = ഇൻ്റഗ്രൽ e⁻x പിന്നെ +c അല്ലെങ്കിൽ +a എന്ത് കൊടുത്താലും കുഴപ്പമില്ല, കാരണം കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ എന്താ? ഒരു കാര്യം ചെയ്യാൻ തോന്നുന്നല്ലേ. ഈ പറഞ്ഞ നമ്മളെ ഇതിപ്പോൾ ഒരു -e⁻−y = e⁻x. ഈ -e⁻−y ഇപ്പുറത്ത് പറഞ്ഞേക്ക്. അപ്പോൾ e⁻x മൈനസ് ഇപ്പുറത്തേക്കും e⁻+ ഈ എന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ സീന് അപ്പുറത്തേക്ക് പോട്ടെ. അപ്പോൾ എന്താ? -c. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. അപ്പോൾ e⁻x + e⁻−y = c, വേർ c = -a. ഇതായിരിക്കും ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ? ഹെൻസ് ഓപ്ഷൻ എ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. e⁻x + e⁻−y = c. That will be the final answer.